കണ്ണൂർ തളിപ്പറമ്പിലെ വഖഫ് ഭൂമിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം മുറുകുന്നു. സർ സെയ്ദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന 25 ഏക്കർ ഭൂമിയെ ചൊല്ലിയാണ് തർക്കം. വഖഫ് ഭൂമി സ്വന്തമാക്കാൻ ലീഗ് നിയന്ത്രണത്തിലുള്ള കോളേജ് ഭരണസമിതി ശ്രമിക്കുന്നുവെന്നും ഇതിനായി ഭൂമി വഖഫല്ലെന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നുമാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ ആരോപണം. എന്നാൽ ആരോപണം കോളേജ് മാനേജ്മെന്റ് നിഷേധിച്ചു. വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നു എന്നാരോപിച്ച് CPIM രംഗത്തുണ്ട്. തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിയുടെ 25 ഏക്കർ ഭൂമിയെ ചൊല്ലിയാണ് വിവാദം. 1967 99 വർഷത്തേക്കാണ് കോളേജിന് ഭൂമി അനുവദിച്ചത്. 2021 വരെ കോളേജ് മാനേജ്മെന്റ് നികുതി അടച്ചു. എന്നാൽ പള്ളിയുടെ ഭൂമിക്ക് പള്ളി തന്നെ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് 2021 തളിപ്പറമ്പ് തഹസീൽദാർക്ക് മുന്നിൽ പരാതിയെത്തി. തുടർന്ന് കോളേജിന്റെ പേരിലുള്ള തണ്ടപ്പേർ പള്ളിയുടെ പേരിലേക്ക് മാറ്റി. ഇതിനെതിരെയാണ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഭൂമി നരിക്കോട്ടില്ലത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് വഖഫ് സംരക്ഷണ സമിതി ആരോപിക്കുന്നു. 4 വർഷമായിട്ട് വാടക കൊടുക്കുന്നില്ല, ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരൻ മനസ്സിലാക്കുമ്പോൾ എന്താണ് കരുതേണ്ടത്? പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. നിയമത്തെ ഒരു ഭാഗത്ത് എതിർക്കുകയും ആ നിയമത്തിൻ്റെ ആനുകൂല്യം പറ്റാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. കേന്ദ്ര നിയമം ഉപയോഗിച്ച വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ഇരട്ടത്താപ്പാണ് തളിപ്പറമ്പിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചതെന്ന് CPIM ആരോപിച്ചു. വിഷയം CPIM രാഷ്ട്രീയ ആയുധമാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തം. പള്ളിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായുള്ള ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വഖഫ് ഭൂമികൾ കൈവശപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്ന കാലത്ത് ലീഗിൻ്റെ നേതൃത്വമെടുത്ത ഈ തീരുമാനത്തിൽ അവിടെ വലിയ ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ എവിടെയും ഭൂമിക്കായി അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. റിട്ടിൽ എല്ലാ സ്ഥലത്തും 3 സ്ഥലങ്ങളിലായി വളരെ കൃത്യമായിട്ട് ഈ ചാർത്താധാരം 967 തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി കമ്മിറ്റിയിൽ നിന്നും കോളേജിനും സർ സെയ്ദ് മാനേജ്മെൻറ്റിനും തന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജിൻ്റെ പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികളുടെ എതിർപ്പുകൾ ഈ സ്ഥാപനത്തിലുണ്ടായിട്ടുണ്ട്. അവർ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 24 കണ്ണൂർ.